ബൽറാം, എന്താണ് എത്ര വലിയ പ്രതിഷേധങ്ങളോ ബന്ധോ ഹർത്താലോ ഒക്കെ വന്നാലും അങ്ങനെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഫലനം നിരത്തുകളിൽ നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ സർവീസ് മേഖലകളിൽ, ഇൻഷുറൻസ് മേഖലയിൽ, ബാങ്കിങ് മേഖലകളിലൊക്കെ അതിൻ്റെ ഒരു ചെറിയ പ്രതിഫലനം ഉണ്ടാവാറുമുണ്ട്. ഇന്നിപ്പോൾ പശ്ചിമ ബംഗാളിലും ഉണ്ടാകും ഒരുപക്ഷെ സമരത്തിൻ്റെ ഇമ്പാക്റ്റ്. അതല്ലാതെ ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് സാഹചര്യം? ബീഹാറിൽ ഇപ്പോൾ മറ്റേ വോട്ട് ബന്ദിക്കെതിരെയുള്ള പ്രതിഷേധം കൂടി നടക്കുന്നുണ്ട്. ബൽറാം, ഹഷ്മി സൂചിപ്പിച്ച പോലെ തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ പൊതുപണിമുടക്ക് വാഹന ഗതാഗതത്തെ ഒരു തരിമ്പും ബാധിച്ചിട്ടില്ല. ഡൽഹിയിൽ പതിവ് പോലെ തന്നെ വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ബസ്സുകൾ, ടാക്സി സർവീസുകൾ, ഓട്ടോകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട് പതിവ് പോലെ. ജനജീവിതത്തെ ഒട്ടും തന്നെ ബാധിച്ചിട്ടില്ല. എന്നാൽ സർവീസ് മേഖലയെ പൊതുപണിമുടക്ക് ബാധിച്ചിരിക്കുന്നു. ബാങ്കിംഗ്, ഇൻഷുറൻസ് മേഖലകളിലെ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. അതേസമയം വ്യാവസായിക മേഖലയെ പൊതുപണിമുടക്ക് ബാധിച്ചിട്ടുണ്ട്. അത് ഡൽഹിയുടെ അതിർത്തി മേഖലകളിലുള്ള ഫാക്ടറികൾ അടക്കമുള്ളവയിലെ തൊഴിലാളികൾ പണിമുടക്കിന്റെ ഭാഗമായി പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുക്കുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മറ്റ് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ അടക്കമുള്ള സംസ്ഥാനങ്ങളിലും സമാനമായ സാഹചര്യം തന്നെയാണ്. പൊതുപണിമുടക്കിൽ ഇതുവരെയും സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലും ബീഹാറിലുമാണ്. ബീഹാറിൽ ഹഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ടർ പട്ടിക പരിഷ്കരിക്കാനുള്ള തീരുമാനത്തിനെതിരെ ഈ പൊതുപണിമുടക്കിന്റെ ഭാഗമായി ബീഹാർ ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ. ഇതിന്റെ ഭാഗമായി റോഡും റെയിൽവേ ട്രാക്കും ഉപരോധിക്കുന്നുണ്ട്. അത് പലയിടത്തും സംഘർഷങ്ങൾക്ക് ഇടയാക്കുന്നു. ദേശീയപാത 53ഉം 57ഉം RJDയുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷ പാർട്ടി പ്രവർത്തകർ ഉപരോധിക്കുകയാണ്. ഒപ്പം തന്നെ പട്നയിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും നേതൃത്വം നൽകുന്ന വലിയ പ്രതിഷേധ പ്രകടനവും നടക്കുന്നു. പപ്പു യാദവിന്റെ നേതൃത്വത്തിൽ പട്ന റെയിൽവേ സ്റ്റേഷൻ ഉപരോധിക്കുന്നുണ്ട്. പശ്ചിമ ബംഗാളിലാകട്ടെ ഇടത് പാർട്ടി പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നത്. ജാദവ്പൂർ റെയിൽവേ സ്റ്റേഷൻ ഇടത് പാർട്ടികളുടെ നേതൃത്വത്തിൽ ഉപരോധിച്ചു. ഒപ്പം തന്നെ ഹൗറയിൽ റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധ പ്രകടനം നടന്നു. ഇതിനെതിരെ പോലീസ് ലാത്തി ചാർജ് നടത്തിയിട്ടുണ്ട്. സമാനമായി തന്നെ പഞ്ചാബിലും ഹരിയാനയിലും കർഷക സംഘടനകൾ, കർഷക തൊഴിലാളി സംഘടനകൾ എന്നിവയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ പലയിടത്തും നടന്നു വരുന്നുണ്ട്. റോഡ് ഉപരോധിച്ചുള്ള പ്രതിഷേധങ്ങൾ ഉൾപ്പെടെ നടന്നു വരുന്നുണ്ട്. ഗ്രാമീണ മേഖലകൾ പൂർണ്ണമായും ശാന്തമാണ് എങ്കിൽ പോലും തൊഴിലാളികൾ പൂർണ്ണമായും ഈ പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പഞ്ചാബിലും ഹരിയാനയിലും. അതേസമയം മറ്റിടങ്ങളിൽ ഫാക്ടറികൾ ഉൾപ്പെടെയുള്ളവ കേന്ദ്രീകരിച്ചാണ് പ്രതിഷേധം നടക്കുന്നത്. ഖനന മേഖലയെ പണിമുടക്ക് ബാധിച്ചിരിക്കുന്നു. കോൾ ഇന്ത്യ ലിമിറ്റഡിലെ തൊഴിലാളികൾ ബഹുഭൂരിപക്ഷവും പണിമുടക്കിയതായാണ് തൊഴിലാളി സംഘടനകൾ അറിയിക്കുന്നത്. ഇന്ന് 2 മണിക്ക് ഡൽഹി ജന്തർ മന്ദറിൽ ഈ 10 ട്രേഡ് യൂണിയനുകളുടെയും മറ്റ് അവയെ പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധ പ്രകടനം നടക്കുന്നുണ്ട്. ഹാഷ്മി, ഓക്കെ. ഉത്തരേന്ത്യയിൽ പൊതുവെ ഡൽഹി, UP പോലുള്ള സംസ്ഥാനങ്ങൾ പൊതുവെ അങ്ങനെ പണിമുടക്കുകളോ അങ്ങനെ വലിയ പ്രതിഷേധങ്ങളോ അങ്ങനെ വലിയ പ്രതികരണങ്ങളോ നമ്മൾ കാണാറില്ല. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ ഇപ്പോൾ കർഷക സമരം ഒക്കെ അത് വേറൊരു ബെൽറ്റാണ്. അപ്പോൾ ഈ മെട്രോ ബെൽറ്റിൽ അങ്ങനെ സാധാരണ രീതിയിൽ പണിമുടക്കൊന്നും സംഭവിക്കാറില്ല. ഇന്നും അതിൽ നിന്ന് വ്യത്യസ്തമായ കാഴ്ചയിൽ അവർ അറിയാറ് പോലുമില്ല അങ്ങനെ ഒരു പ്രതിഷേധമൊക്കെ നടക്കുന്ന കാര്യം.